ഇവൻ ദുഷ്ടനായ ഒരു രാജാവ് തട്ടിക്കൊണ്ടുപോയ തന്റെ രാജകുമാരിയെ രക്ഷിക്കുന്നതിനായി അയാളുടെ രാജ്യത്തേക്ക് പുറപ്പെടുന്നു. അവന്റെ ഒപ്പം 3 രാജകുമാരന്മാരും പോകുന്നു. പക്ഷെ എല്ലാവരും പല വഴിക്കായി പോകുന്നു. പോകുന്ന വഴി ഇവൻ ഒരു സംസാരിക്കുന്ന കരടിയെ കൂട്ടിന് കിട്ടുന്നു. അതവനെ ആ ദുഷ്ടന്റെ രാജ്യത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. ഒരു രാജകുമാരൻ വീണ്ടും ഇവന്റെ ഒപ്പം തന്നെ കൂടുന്നു. അങ്ങനെ അവർ ഒരു ഡാം കടന്നു വരുന്നു. അവർ എത്തിയ സ്ഥലം ഫുള്ള് മനുഷ്യരുടെയും മൃഗങ്ങളുടെയും അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അത് കണ്ടവർ ഷോക്കാവുമെങ്കിലും മുന്നോട്ട് പോകുന്നു. നോക്കുമ്പോൾ അവർക്ക് പോകേണ്ട വഴിയിൽ വലിയൊരു തല തടസ്സമായി നിൽക്കുന്നു. അവർ തങ്ങളെ കടത്തിവിടാൻ പറയുമെങ്കിലും ആ തല അവർക്ക് നേരെ തീക്കാറ്റൂതുന്നു. അവർ അത് ക്രോസ് ചെയ്തു പോകാൻ ഒരു മാർഗം അന്വേഷിക്കുന്നു. അപ്പോൾ അവിടെ തറയിലുണ്ടായിരുന്ന ഷെൽസ് കണ്ട ഇവന് ഇവിടെ ഒരു നദി ഒഴുകിയിരുന്ന സ്ഥലമാണെന്ന് മനസ്സിലാവുന്നു. അപ്പോൾ അവനൊരു ഐഡിയ തോന്നുന്നു. അവൻ ആ കരടിയെയും രാജകുമാരനെയും കൂട്ടി ആ ഡാം തകർക്കാനായി വരുന്നു. അവർ ഒരു വെപ്പൺ ഉണ്ടാക്കി ഒരു വലിയ കല്ല് ഡാമിലേക്ക് എറിയുന്നു. എന്നാൽ ആ ഡാമിന് ഒരു കുലുക്കവും സംഭവിച്ചില്ല. ഇവർ വിഷമിച്ചു നിൽക്കുമ്പോൾ അതിലുണ്ടായ ഒരു ചെറിയ ഹോളിലൂടെ വെള്ളം ഒഴുകാൻ തുടങ്ങുന്നു. അവർ വിചാരിച്ചതുപോലെ തന്നെ ഡാം തകർന്ന് നദി നിറയാൻ തുടങ്ങുന്നു. വഴിയിൽ നിന്ന് ആ വലിയ തല അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. പക്ഷെ പെട്ടെന്ന് തല മാത്രമല്ലാതെ വെള്ളം കൊണ്ടുള്ള ശരീരവുമായി അയാൾ നദിയിൽ നിന്ന് പൊങ്ങി വരുന്നു. അയാൾ ഇവർക്ക് നന്ദി പറയുന്നു. കാരണം ആ ദുഷ്ടനായ രാജാവാണ് ഇയാളെ ശപിച്ച ആ വഴിയിൽ തടസ്സമായി നിർത്തി നദി വറ്റിച്ചു കളഞ്ഞത്. ആ നദിയാണ് ഇയാളുടെ ശക്തി. ഇപ്പോൾ തന്റെ ശക്തി തിരികെ കിട്ടിയ ഇയാൾ ആ ദുഷ്ടനെ നശിപ്പിക്കാനുള്ള ആയുധം നൽകി ഇവരെ ആ കൊട്ടാരത്തിന് മുന്നിൽ എത്തിക്കുന്നു.